യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയുടെ 4-ാമത്തെ ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ 3 ദിവസങ്ങളിലും സമർപ്പിച്ച പ്രാർത്ഥനകളുണ്ട്. ദൈവകരങ്ങളിൽ എടുത്തു കൊടുത്ത് സമർപ്പിച്ച, ദൈവസന്നദ്ധിയിൽ എടുത്തു വച്ച പ്രാർത്ഥന ആവശ്യങ്ങളുണ്ട്. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവവചനത്തിൽ, വേദപുസ്തകത്തിൽ എഴുതി വച്ച് സമർപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഈ 4-ാമത്തെ ദിവസം ഒരുമിച്ച് ഒരിക്കൽ കൂടി ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹവും നന്മയും വിടുതലും ആ വിഷയത്തിനകത്ത്, ആ ഭവനത്തിനകത്ത്, ആ ആഗ്രഹത്തിൽ വെളിപ്പെടുവാൻ ദൈവശക്തി വെളിപ്പെടുവാൻ ഇടയാകണമേ. കർത്താവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഒരു നേരത്തെയെങ്കിലും ഭക്ഷണം ഉപേക്ഷിക്കുന്നവർ, വിവിധ തരത്തിൽ അവരവരാൽ കഴിയുന്ന വിധത്തിൽ ത്യാഗങ്ങളെടുത്ത് ആഗ്രഹത്തോടെ പങ്കെടുക്കുന്നവർ, ഈ 5:30 സമയത്ത് തന്നെ ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്നവർ, കർത്താവേ, അവരെല്ലാവരെയും, അവരുടെ കുടുംബം, അവരുടെ ആരോഗ്യം, മക്കൾ, ശുശ്രൂഷ മേഖല, സകലത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ സഹായം, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുവാൻ ഇടയാകത്തക്ക വിധം അനുഗ്രഹങ്ങളെ അങ്ങ് ഒരുക്കണമേ. ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിൻ്റെ അനുഗ്രഹവും ശക്തിയും എന്നിലും എൻ്റെ കുടുംബത്തിലും വന്ന് നിറയണമേ. ഹല്ലേലൂയ. ആ എഴുതിയ നിയോഗത്തിൻ്റെ മേൽ നിങ്ങൾ തന്നെ കരങ്ങളൊന്ന് കമിഴ്ത്തി വെച്ചോട് പറ, യേശുവിൻ്റെ നാമത്തിൽ ഇതിനകത്ത് ദൈവപ്രവൃത്തി ഞാൻ കാണും. യേശുവിൻ്റെ നാമത്തിൽ 1, 2, 3 നിയോഗത്തിൻ്റെ മേലും ഞാൻ അത്ഭുതങ്ങളെ കാണും. യേശുവിൻ്റെ നാമത്തിൽ ഇതിനകത്ത് അത്ഭുതങ്ങൾ നടക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇതിനകത്ത് അടയാളങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. പ്രതീക്ഷയോടെ ഈ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 25-ാമത്തെ വാക്യം. ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ, ഗോതമ്പ് നട്ടതാ പാടമാണ്, ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. അന്നേരം ഒന്നും മനസ്സിലായില്ല. കുറെ കഴിഞ്ഞ് ആ ഗോതമ്പ് ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമുക്കൊത്തിരി പരിചിതമാണ്. എന്തിനാണ് കള വിതച്ചിട്ട് കടന്നു കളയുന്നത്? ഉദ്ദേശം നല്ലതല്ല, ദുഷ്ട ഉദ്ദേശമാണ്. ഫലം ഉണ്ടാകരുത്, നന്മയുണ്ടാകരുത്, രക്ഷപ്പെടരുത്, ഉദ്ദേശിച്ച ഫലം ഉണ്ടാകരുത്. ഇതെല്ലാം ഒരുപക്ഷെ ഇന്നും കുറെ കാര്യങ്ങളിൽ ഇതൊക്കെ വ്യക്തമാണ്. നന്മയുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്ത്, സന്തോഷം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്ത് പലതരത്തിൽ കള വിതയ്ക്കുന്ന പിശാചുമുണ്ട്, മനുഷ്യരുമുണ്ട്. പല വിധത്തിൽ കളകളെ വിതയ്ക്കുന്നവർ. ഉറക്കമായപ്പോഴാണ്, ഉറങ്ങി ശ്രദ്ധിക്കാതിരുന്നപ്പോഴാണ് ഈ സംഭവം എല്ലാം നടന്നത്. പ്രിയപ്പെട്ടവരെ, ഉപവാസം എടുക്കുകയും നോമ്പ് എടുക്കുകയും പ്രത്യേകം പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പം ഒരു കളയും ഒരു ശത്രുവിനും നിങ്ങളുടെയോ നിങ്ങളുടെ ജീവിതത്തിലോ മക്കളിലോ ഒന്നും വിതയ്ക്കാൻ പറ്റത്തില്ല. ആളുകൾ ഉറക്കമായപ്പോ ശ്രദ്ധിക്കാതിരുന്നപ്പോഴാ ഈ പണിയെല്ലാം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഇന്നും നല്ലതുപോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബങ്ങളിൽ കള വിതയ്ക്കുന്നവരുണ്ട്. അനുഗ്രഹത്തോടെ കഴിവുള്ള മക്കളാ,
പക്ഷെ അവരിൽ കള വിതയ്ക്കുന്നവരുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളാക്കാൻ അവരുടെ ജീവിതത്തിൽ, ബുദ്ധിയിൽ, ചിന്തയിൽ കള വിതയ്ക്കുന്നവരുണ്ട്. സന്തോഷത്തോടെ, സമാധാനത്തോടെ, സാമ്പത്തികമായെല്ലാം അനുഗ്രഹിക്കപ്പെട്ട വിധത്തിൽ, പല വിധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ചതിയുടെ കള വിതയ്ക്കുന്നവരുണ്ട്, അസൂയയുടെ കള വിതയ്ക്കുന്നവരുണ്ട്. ഇല്ലാത്തതും ഉള്ളതും ഒക്കെ ചുമ്മാ പറഞ്ഞു പിടിപ്പിച്ചവരുടെ മാനസികാരോഗ്യം കളയുന്ന വിധത്തിൽ കള വിതയ്ക്കുന്നവരുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഏതൊക്കെയോ കളകൾ നിങ്ങളുടെ ജീവിതത്തെ ഇന്ന് വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. കണ്ടാൽ ഗോതമ്പ് ചെടി പോലൊക്കെ തന്നെ ഇരിക്കും. ഫലമാകാറായപ്പോഴറിഞ്ഞത് ഇത് ഗോതമ്പല്ല, ഇത് കളയാണെന്ന്, ഇത് ചതി പറ്റിയിട്ടുണ്ടല്ലോ എന്ന് അറിഞ്ഞത് ആ സമയത്താണ്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ ഈ ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നതിനെന്നറിയാമോ? വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിലും, ഒരു വ്യക്തിയിലും, ഒരു തലമുറയിലും, ഒരു ശുശ്രൂഷകരുടെ ഇടയിലും, ശുശ്രൂഷയിലും ഒരു ശത്രുവിനും ഒരു കളയും വിതയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങൾക്ക് ദൈവിക സംരക്ഷണം വേണം. കള വിതച്ചിട്ട് പോകുന്നത് പ്രശ്നമാണ്. തിന്മ വിതച്ചിട്ട് പോവുക, അസ്വസ്ഥത വിതയ്ക്കുക. വഴക്ക് വിതയ്ക്കുന്നവരുണ്ട്. വഴക്ക് കൊണ്ടേയിടും, തെറ്റിദ്ധാരണ കൊണ്ടേയിടും, സംശയം കൊണ്ടേയിടും. എന്നിട്ട് ആ വീട് മുഴുവൻ, ആ വീടിന്റെ നന്മ മുഴുവൻ നശിപ്പിച്ച് കളയും. കള വിതയ്ക്കുകയാണ്. വിതയ്ക്കുന്നവൻ എളുപ്പം, അവൻ രാത്രിക്ക് തന്നെ വിതച്ചിട്ട് അവൻ കാര്യം കഴിഞ്ഞ് പോവുകയാണ്. ഉറക്കമായപ്പോഴാ വിതച്ചത്, രാത്രിക്കാ വന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുവാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പ്രാർത്ഥന വരുമ്പോൾ, അവർ ധ്യാനകേന്ദ്രമായാലും, ശുശ്രൂഷാലയമായാലും, കുടുംബമായാലും, ബിസിനസ്സായാലും, പിള്ളേരുടെ പഠിത്തമായാലും, അവരുടെ കുടുംബമായാലും, അവിടെയൊന്നും കളകൾ വിതച്ച അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ചിലരൊക്കെ ഉണർന്ന് പ്രാർത്ഥിക്കണം. ഒരു കുഴപ്പമില്ല, എല്ലാം അങ്ങ് നോർമലായി പൊക്കോളും, ഒരു കുഴപ്പം വരില്ല, ഞാൻ ആർക്കും ഒരു ദോഷവും കൊടുക്കുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലർ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് പലതും കയറി വിതയ്ക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച്, നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് ഓർത്തെ, മക്കളെ ഒന്ന് ഓർത്തെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ ഒന്ന് ഓർത്തെ. പലതും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും പലതും കയറി വിതച്ചപ്പോഴല്ലേ നിങ്ങൾ തമ്മിലുള്ള വഴക്കുകളും അസ്വസ്ഥതയും ടെൻഷനും അകൽച്ചയും സ്നേഹക്കുറവും ഒക്കെ ഉണ്ടായത്. ഗോതമ്പിനിടയിൽ കളകൾ വിതച്ചവരുണ്ട്. കള വിതച്ചവരാണ്. നല്ല ഉദ്ദേശത്തോടെ അല്ല വിതച്ചത്. അത് വഴക്കിൽ ചെന്ന് അവസാനിച്ചത്, അത് ദേഷ്യത്തിൽ ചെന്ന് അവസാനിച്ചത്, അത് ശത്രുതയിൽ ചെന്ന് അവസാനിച്ചത്, മനസ്സിനകത്ത് അത് കരടായി മാറിയത്. ആരുമാകട്ടെ, വിതയ്ക്കുന്നത് കളയാണെങ്കിൽ അത് തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടാകട്ടെ. കളകൾ വിതയ്ക്കുന്നത് മിത്രമാകാം, ഒപ്പം നിൽക്കുന്നവരാകാം. കള വിതയ്ക്കുന്നവരെ ശ്രദ്ധിച്ചോണം. കള വിതച്ചിട്ട് കടന്നു പോകും. അത് എൻ്റെ നന്മയെ ഇല്ലാതാക്കും, സന്തോഷത്തെ ഇല്ലാതാക്കും, എൻ്റെ ആരോഗ്യത്തെ ഇല്ലാതാക്കും, എൻ്റെ അഭിവൃദ്ധിയെ കെടുത്തിക്കളയും, എൻ്റെ ആത്മീയ ജീവിതത്തെ അത് കുറച്ചു കളയും, എൻ്റെ ദൈവത്തോടുള്ള ബന്ധം അത് നഷ്ടപ്പെടുത്തി കളയും. ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാണ് ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും കളകൾ, കുടുംബ ജീവിതത്തിലോ, ഞങ്ങളുടെ ഭാവിയിലോ, വിദ്യാഭ്യാസത്തിലോ, പിള്ളേരുടെ പഠനത്തിലോ, അവരുടെ സ്വഭാവ രൂപീകരണത്തിലോ, കുടുംബ ജീവിതത്തിലോ എവിടെയെങ്കിലും കള വിതച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കർത്താവെ അങ്ങയുടെ ശക്തമായ ഇടപെടലിലൂടെ ആ കള പറിച്ചു കളയുവാൻ, ആ കളയെ വേരോടെ പറിച്ചു കളയുവാൻ ഇടയാക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചേ. അതിനൊക്കെ വേണ്ടി ദൈവം ഒരുക്കുന്ന 10 ദിവസങ്ങളാണിത്. ഒരു ദിവസം പോലും മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ത്യാഗത്തോടെ പങ്കെടുക്കുന്നവരുണ്ട്. ഒരു നേരം 2 നേരം ഒക്കെ ഉപേക്ഷിച്ച്, ഭക്ഷണം ഉപേക്ഷിച്ച് ത്യാഗത്തോടെ പങ്കെടുക്കുന്നവരുണ്ട്. അവരവരാൽ കഴിയുന്ന വിധത്തിൽ. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു അത്ഭുതം നടക്കും, ഒരനുഗ്രഹം നടക്കും. നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്തുള്ള കളകൾ മുഴുവൻ പറിച്ചു മാറ്റപ്പെടും. നിങ്ങളുടെ മുന്നോട്ടുള്ള ഭാവി സ്വപ്നങ്ങൾ, അതിനകത്ത് കയറി വന്ന കളകൾ പറിച്ചു മാറ്റപ്പെടും. ദൈവാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ അവരിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കളയെ പരിശുദ്ധാത്മാവ് പറിച്ചു കളയും. നിങ്ങളുടെ ശുശ്രൂഷയെ തകർക്കുന്ന കളകളെ പരിശുദ്ധാത്മാവ് പറിച്ചു കളയും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് വളർന്നു വരുന്ന ഏത് അസ്വസ്ഥതയുടെയും സംശയത്തിന്റെയും വഴക്കിന്റെയും കളകളെ പരിശുദ്ധാത്മാവ് പറിച്ചു കളയും. പരിശുദ്ധാത്മാവ് പറിച്ചു കളയും. ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റും. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും. ദൈവനാമത്തിൽ അത് നടക്കും. ചില കളകളൊക്കെ പറിച്ചു കളയുമ്പോൾ ആ ഗോതമ്പ് ശക്തമായി വളരാൻ തുടങ്ങും. അതിൻ്റെ ഫലം വർദ്ധിക്കും. അതിൻ്റെ മേനി വർദ്ധിക്കും.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ യേശുവിൻ്റെ നാമത്തിലൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാണ്. യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ഈ നിയോഗ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. കർത്താവേ, മന്ത്രവാദത്തിൻ്റെയോ കൂടോത്രത്തിൻ്റെയോ ഏതെങ്കിലും തിന്മയുടെ ശക്തികളോട് കൂട്ടുചേർന്ന ഏതെങ്കിലും ശക്തികൾ ഞങ്ങളുടെ നേരെ വരുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, ആ ശക്തിയെ ദൂരെ വച്ച് തന്നെ തകർക്കണമേ. ആ ശക്തികളെ ഞങ്ങളിൽ നിർവീര്യമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മന്ത്രത്തിൻ്റെയും കൂടോത്രത്തിൻ്റെയും ക്ഷുദ്രപ്രയോഗത്തിൻ്റെയും തിന്മയുടെ ശക്തികളോട് ചേർന്ന് എന്നിലേക്ക് വരുന്ന, എന്നിൽ നിലനിൽക്കുന്ന സകല ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രിയപ്പെട്ടവർ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളെ ദൈവവചനത്തോട് ചേർത്ത് എടുത്തു വച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിന്മേൽ നിലനിൽക്കുന്ന സകല കളകളെയും പറിച്ചു കളയണമേ. സകല കളകളെയും പറിച്ചു കളയണമേ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ. ഹല്ലേലൂയ. വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. ശമ്പളം ഒന്ന് വർദ്ധിച്ചിരുന്നെങ്കിൽ, ജോലിയിൽ ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നെങ്കിൽ, നല്ലൊരു ജോലി ലഭിച്ചിരുന്നെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ്, ചിലർക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര സ്ട്രെസ്സാണ്. ജോലി ചെയ്യുന്ന സ്ഥലം ഇഷ്ടമില്ല, വ്യക്തികളുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഉയർന്ന അധികാരികളുമായി ഒരു സ്വരച്ചേർച്ചയില്ല, എപ്പോഴും വഴക്കുണ്ടാകുന്നു, ദേഷ്യം ഉണ്ടാകുന്നു, പിണക്കം ഉണ്ടാകുന്നു, സ്വസ്ഥതയില്ല, സമാധാനമില്ല. ജോലിയിലെ സ്ട്രെസ് മാറണം, ജോലിയിൽ പുരോഗതി ഉണ്ടാകണം, ലഭിക്കുന്ന ശമ്പളം ഉപകാരത്തെ കൊള്ളിക്കാൻ പറ്റണം. ദൈവമേ, ഒത്തിരി അനുഗ്രഹം ജോലിയുമായി ബന്ധപ്പെട്ട്, വീടുമായി ബന്ധപ്പെട്ട്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ നിയോഗത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശമ്പളം വർദ്ധിക്കുന്ന വിധത്തിൽ ദൈവമേ അനുഗ്രഹങ്ങളെ കൊടുക്കണമേ. ജോലിയിൽ പ്രമോഷൻ കൊടുക്കണമേ. നല്ലൊരു ജോലി ഇവർക്ക് ഒരുക്കണമേ. ഒരു വാതിൽ തുറക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില ബിസിനസ്സുകൾ നടത്തുന്നു. ചില ബിസിനസ്സുകൾ ചില കാര്യങ്ങളിൽ ഒത്തിരി പണം ഇറക്കി, പക്ഷെ അതൊന്നും ആഗ്രഹിച്ചതുപോലെ മുന്നോട്ട് പോകുന്നില്ല. ചില ഇടപാടുകൾ, വസ്തു ഇടപാടുകൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചേ. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുവാനുള്ള നല്ല കഴിവുണ്ടാകട്ടെ, നല്ല ഐഡിയാസ് ഉണ്ടാകട്ടെ, അതിന് പറ്റിയ ബന്ധങ്ങൾ ഉണ്ടാകട്ടെ, വഴികൾ തുറക്കട്ടെ. നിങ്ങളുടെ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. നല്ല ബിസിനസ്സുകൾ ഉണ്ടാകട്ടെ. നല്ല ബിസിനസ്സുകൾ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കട്ടെ. അതിനുള്ള ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിയോഗ പ്രാർത്ഥന ചൊല്ലുകയാണ്. 33 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. പക്ഷേ 4 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എഴുതി വെച്ച നിയോഗത്തിൻ്റെ മേൽ കരങ്ങൾ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇതിനകത്തൊരു അത്ഭുതം നടക്കുമെന്ന വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവേ, എൻ്റെ ഈ 3 നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ 3 നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ 3 നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിച്ചേ. ഈ 3 നിയോഗത്തിന്റെ മേലെ ദൈവശക്തി വെളിപ്പെടുന്നത് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് 4-ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കാം.
നസ്രായനായ എൻ്റെ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ 3 നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ, ഒരു സാക്ഷിയാക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം ഈ വചനം കേട്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബത്തിനൊരു വിടുതലായത് മാറും. നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ നിലനിൽക്കുന്ന വളരുന്ന സകല കളകളെയും പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരം പറിച്ചു കളയുന്ന അവിടെ ഒരു അത്ഭുത മാറ്റം, ഒരു അനുഗ്രഹം, ഒരു അത്ഭുതം കൊണ്ടുവരുന്ന അനുഭവം ഉണ്ടാകട്ടെ. ദൈവം സഹായിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. മുടങ്ങാതെ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അവർ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഒരു അത്ഭുതമായ യേശുവിൻ്റെ നാമത്തിൽ മാറണമേ. ആ കുടുംബം ഒരു അനുഗ്രഹമായി മാറണമേ. അവരുടെ ജീവിതങ്ങൾ ഒരു അനുഗ്രഹമായി മാറണമേ. സകല കളകളെയും പറിച്ചു കളയണമേ. സകല ബുദ്ധിമണ്ഡലത്തിലോ ചിന്താമണ്ഡലത്തിലോ മനോവിചാര വികാര മണ്ഡലങ്ങളിൽ കിളിർത്തു നിൽക്കുന്ന വളരുന്ന എല്ലാ കളകളെയും, അവരുടെ ജീവിതത്തിന് അസ്വസ്ഥത പകരുന്ന, സന്തോഷത്തെ കെടുത്തി കളയുന്ന സകല കളകളെയും യേശുവിൻ്റെ നാമത്തിൽ പറിച്ചു കളയണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം തരട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് അത്ഭുതം നടന്ന് ഒരു സാക്ഷ്യമായത് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സമ്പത്തും ഐശ്വര്യവും ദൈവം തരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സാധ്യമായ എല്ലാവർക്കും അറിയിക്കുക, പ്രാർത്ഥിക്കുക, പല പ്രാവശ്യം കേൾക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ. ആമേൻ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ യാചന കേൾക്കണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ യാചന കേൾക്കണമേ. യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥമേകണമേ. യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥമേ